കേരളത്തിലെ നെൽകർഷകരെ സഹായിക്കാൻ സംസ്ഥാന സർക്കാർ നൽകുന്ന അധിക ബോണസ് നിർത്തലാക്കണമെന്ന കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഫെബ്രുവരി 27-ന് ലോക്ഭവന് മുന്നിൽ കർഷക മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നു. കേന്ദ്ര സർക്കാർ, കേന്ദ്രത്തിലെ മോദി സർക്കാർ കേരളത്തോടും കേരളത്തിലെ കർഷകരോടും പ്രതികാര മനോഭാവത്തോടു കൂടിയാണ് പെരുമാറുന്നത്. വെച്ചാൽ അത്ര കണ്ട് കടുത്തതാണ്, പ്രതികാരമാണിപ്പോൾ. അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം നമ്മൾ കണ്ടു. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളമില്ല, പിന്നെ കർഷകർ ഉണ്ടാവില്ലല്ലോ. അങ്ങനെയല്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു അശനിപാതം പോലെ കർഷകരുടെ തലയിലാണ് വന്നിരിക്കുന്നത് ഒരു ഉത്തരവ്. കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ മന്ത്രാലയത്തിൽ നിന്ന് അവിടെ സെക്രട്ടറിയാണ്. അത് കേരളത്തിലെ മുഴുവൻ കർഷകരെയും, പ്രത്യേകിച്ച് നെൽകർഷകരെ നേരിട്ട് ബാധിക്കുന്നതാണ്. നെൽകൃഷിയെ സംബന്ധിച്ച് പറയാമല്ലോ. നെൽകൃഷി കേരളത്തിൽ വാസ്തവത്തിൽ നെൽകൃഷിയുടെ നാടായിരുന്നു കേരളം. നെല്ലും നാളികേരവും അത് കുറഞ്ഞു വന്ന് 9 ലക്ഷം ഹെക്ടർ നെൽപ്പാടം ഉണ്ടായിരുന്നത് 2 ലക്ഷം ആയി ചുരുങ്ങി. അങ്ങനെയാണ്. ആ നെൽകൃഷിയെ സംരക്ഷിക്കാൻ, നിലനിർത്താൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രസ്ഥാനവും കേരളത്തിലെ LDF സർക്കാരുമെല്ലാം അങ്ങനെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നെൽകൃഷി, കാരണം കൃഷിയുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അതിനൊന്നും നിലനിൽപ്പില്ല, നഷ്ടത്തിലാണ്. നെല്ലാണെങ്കിലും നാളികേരമാണെങ്കിലും ഗോതമ്പ്, ഏത് കൃഷിയാണെങ്കിലും. അതുകൊണ്ടാണ് അതിന് ഒരു സപ്പോർട്ട് പ്രൈസ്, MSP, മിനിമം സപ്പോർട്ട് പ്രൈസ്, താങ്ങുവില നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ട്, അതാണല്ലോ കർഷക പോരാട്ടം, കർഷക സമരമൊക്കെ അതിനു വേണ്ടിയായിരുന്നു. അങ്ങനെ ചിലതിനൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിലും അതൊന്നും മതിയാവുന്നതല്ല. കാരണം താങ്ങുവില എന്ന് പറയുന്നത് ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞ രൂപത്തിലെങ്കിലും വേണം. ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ, കേന്ദ്ര ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷൻ, കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച കമ്മീഷൻ, ഞങ്ങളൊക്കെ അതിനുവേണ്ടി വാദിച്ചവരാണ്. ആ കമ്മീഷൻ പറയുന്നത് C2+50 ഉൽപ്പാദന ചെലവിനോടൊപ്പം, ഉൽപ്പാദന ചെലവ് ഉണ്ടല്ലോ, അതിനോടൊപ്പം 50% കൂടെ എങ്കിലും കൊടുക്കണം. മിനിമം സപ്പോർട്ട് പ്രൈസാണ്, മാക്സിമം അല്ല. അങ്ങനെയാണ്. അതിലൊന്നും തന്നെ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനമെടുത്തിട്ടില്ല. ഇപ്പം നെല്ലിനെ സംബന്ധിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നെൽകർഷകരെ സംബന്ധിച്ച് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന പ്രകാരം ആണെങ്കിൽ ഉൽപ്പാദനവും 50% ആണല്ലോ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നതാണെങ്കിൽ കിലോയ്ക്ക് 40 രൂപയെങ്കിലും കൊടുക്കണം. കേരളത്തിൽ ഇന്ന് കൊടുക്കുന്നത് 30 രൂപയാണ്. അത് സംസ്ഥാന സർക്കാരിൻ്റെ ബോണസോട് കൂടിയാണ്. 6 രൂപ 80 പൈസ ബോണസ്, അങ്ങനെ 30 രൂപ. കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നത് 23 പൈസ. 23 രൂപ 20 പൈസയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ താങ്ങുവില നെല്ലിന്. അത് ഒട്ടും പര്യാപ്തമല്ല എന്നതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ബോണസ് കൊടുക്കുന്നത്. കേരളത്തിലെ നെൽകൃഷി തന്നെ ഇല്ലാതാക്കാൻ ഇടവരുത്തുന്ന നീക്കത്തിനെതിരെ കർഷക സംഘത്തിന്റെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ധർണ സംഘടിപ്പിക്കുന്നത്. ഫെബ്രുവരി 27-ന് ലോക്സഭയ്ക്ക് മുന്നിൽ AISS അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് EP ജയരാജൻ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ലോക്ഭവന് മുന്നിൽ ഫെബ്രുവരി 27-നും മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് കർഷക മാർച്ചും ധർണയും മാർച്ച് 2-നും നടത്തുമെന്ന് കേരള കർഷക സംഘ സംസ്ഥാന സെക്രട്ടറി വത്സൻ പനോളി, പ്രസിഡന്റ് M വിജയകുമാർ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്രം തരേണ്ട 1344 കോടി രൂപ ഇന്നും തന്നിട്ടില്ല. ഞങ്ങളുടെ നോട്ടിലുണ്ട്, അതിൽ പറയുന്നുണ്ട് 1344 കോടി രൂപ തരാനിരിക്കുമ്പോഴാണ് ഈ ബോണസ് നിർത്തണമെന്ന് പറയുന്നത്. എന്തൊരു വിരോധാഭാസമാണ്. 1344 കോടി കേന്ദ്രം തരാനുണ്ട്. അപ്പോൾ ഈ പ്രഖ്യാപനം, താങ്ങുവില എന്ന് പറയുന്നത് തന്നെ വെറുതെയാണ്. ഈ 2 വർഷം എടുക്കാൻ 2024-25 വർഷം തന്നെ 500 കോടി നമുക്ക് തരേണ്ടത് തന്നിട്ടില്ല. ഇതാണ് കേന്ദ്രം. അപ്പോൾ ഈ പറഞ്ഞത് മാത്രമല്ല, അതിനേക്കാൾ ഗൗരവമുള്ള പ്രശ്നമാണ്. ഇതൊക്കെ നിർത്തുമ്പോൾ അവരുടെ ഒരു സമീപനം തന്നെ ഇതാണ്. കർഷകരോട്, പാവങ്ങളോട്, അവരുടെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്താണ് തുച്ഛമായ പൈസ അതുപോലും നിർത്തലാക്കാൻ പോവുകയല്ലേ. ഇത് സംബന്ധിച്ചുണ്ടാക്കിയ
ഒരു സംഭരണ സംവിധാനമുണ്ട് സംസ്ഥാന സർക്കാർ തന്നെ, അല്ല സർക്കാരിനെ ഒഴിവാക്കിയിട്ട് പറയല്ല, അത് ഒരു കൺസോർഷ്യം, ബാങ്കുകളുടെ ഒരു കൺസോർഷ്യം, SBI ഉൾപ്പെടെ കാനറ ബാങ്ക് ഉൾപ്പെടെ ബാങ്കുകളുടെ ഒരു കൺസോർഷ്യം ഉണ്ടാക്കിയിട്ട് അവരാണ് ഇത് കൊടുക്കുന്നത്. കാരണം കേന്ദ്രത്തിൻ്റെ പൈസ നോക്കിയിരിക്കാൻ ഒക്കില്ലല്ലോ. കേന്ദ്രത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ കുടിശ്ശിക പോലും കൊടുത്തിട്ടില്ല. 1344 കോടി കേന്ദ്രം കൊടുക്കാനുണ്ട്. അതൊക്കെ ഈ രൂപത്തിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് വലിയ തകരാറായി കർഷകരുടെ ഇടയിൽ, അല്ലേ? എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി ഇവിടെ. അതിന് നിരന്തരമായി ഞങ്ങൾ ആവശ്യപ്പെടുകയും പ്രക്ഷോഭം നടത്തുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ പരിഹാരമുണ്ടായെന്നാണ് ഞാൻ പറഞ്ഞത്. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.